ജീവകാരുണ്യ ആരോഗ്യ മേഖലയിൽ നൽകി വരുന്ന ഫണ്ടുകൾ ഒന്റാറിയോ പ്രവിശ്യ വെട്ടിക്കുറച്ചു. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് മുതിർന്ന പൗരന്മാരെയാണ്. വീടുകളിൽ കഴിയുന്ന ആരോഗ്യമില്ലാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സൗജന്യ ആരോഗ്യ നിരീക്ഷണ സേവനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മുന്നറിയിപ്പില്ലാതെ പിൻവലിച്ചതാണ് ഇവരിൽ ആശങ്കയുണ്ടാക്കിയത്. ജീവൻ അപകടത്തിലാകുമ്പോൾ ആരുടെയും സഹായമില്ലാതെ ആരോഗ്യ പ്രവർത്തകരെ വിളിക്കാം എന്നതായിരുന്നു പദ്ധതിയുടെ ഗുണം. ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണ് സേവനങ്ങൾ നിർത്തിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിനാൽ ഉപകരണം ഓഫാക്കുകയാണെന്ന് കോൾ വരികയായിരുന്നു. അതോടെ സേവനം നിർത്തുകയായിരുന്നു. ഇനി മർലിനിലേക്ക് പോകാം. വർഷങ്ങളായി സർവീസ് ഉപയോക്താവായിരുന്ന മർലിൻ ഇവർ തനിച്ചു താമസിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് സൗജന്യമായി ലഭിച്ച പുഷ് ബട്ടൺ പെൻഡന്റ് സേവനമാണ് പെട്ടെന്ന് നിർത്തിയത്. ഒരിക്കൽ മർലിന്റെ ജീവൻ രക്ഷിച്ചത് ഈ ഉപകരണമായിരുന്നു. ഫോൺ കയ്യെത്താത്ത ദൂരത്തായപ്പോൾ പെൻഡന്റ് അമർത്തി 911 വിളിക്കാൻ സാധിച്ചതിനാൽ അപകടം ഒഴിവായി. ഒക്ടോബർ പകുതിയാണ് സേവനം നിർത്തുന്നതായി അറിയിപ്പ് ലഭിച്ചത്. സേവനം നിർത്തുന്നതായി അറിയിച്ച് 5 മിനിറ്റിനുള്ളിൽ നിർത്തുകയും ചെയ്തു. മറ്റൊരു വഴി കണ്ടെത്താൻ സമയം തന്നില്ല. അതാണ് ഏറ്റവും വിഷമിപ്പിച്ചതെന്ന് മർലിൻ പറയുന്നു. ഇതേ അഭിപ്രായം തന്നെയാണ് മറ്റു ഉപയോക്താക്കൾക്കും. സാൽവേഷൻ ആർമി ടൊറന്റോ ഗ്രേസ് ഹെൽത്ത് സെന്ററും പ്രവിശ്യയും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി 2022 തുടങ്ങിയത്. പ്രായമായവർക്ക് ആശുപത്രി കിടക്കകൾ ഒഴിവു വരുന്നതുവരെ സ്വന്തം വീടുകൾ സുരക്ഷിതമായി കഴിയാൻ സഹായിക്കുന്ന പദ്ധതി. ഈ വർഷം പ്രവിശ്യ ഫണ്ടിങ്ങിൽ കുറവുണ്ടായി. ഇതോടെ സേവനം പാതി വഴിയിലായി. ഫണ്ട് കുറച്ചതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിലും പരിപാടിയുടെ കവറേജ് കുറയ്ക്കുകയാണെന്ന് സാൽവേഷൻ ആർമി വക്താവ് ലഫ്റ്റനന്റ് കേണൽ ജോൺ മുറെ പറയുന്നു. അതേസമയം ഉപയോക്താക്കൾക്ക് സ്വന്തം ചെലവിൽ സേവനം തുടരാനുള്ള ഓപ്ഷൻ നൽകുമെന്നാണ് മുറയുടെ വാദം. മെർലിനും മകളും ഇപ്പോൾ മറ്റു ഉപകരണങ്ങൾക്കായുള്ള ശ്രമത്തിലാണ്. ഇതിന് പ്രതിമാസം $50 മുതൽ $70 വരെ ചെലവ് വരും. നിശ്ചിത വരുമാനത്തിൽ കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത് താങ്ങാൻ കഴിയാത്ത ഭാരമാകും. അതേസമയം സേവനം നഷ്ടപ്പെട്ടവരെ വിവരം അറിയിക്കുമെന്ന് സാൽവേഷൻ ആർമി പറയുന്നു. എന്നാൽ ഒന്റാറിയോ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗുരുതര രോഗങ്ങളുള്ള അപകട സാധ്യതയുള്ള മുതിർന്ന രോഗികളെ അവരുടെ വീടുകളിൽ സുരക്ഷിതമായി താമസിപ്പിക്കാൻ സഹായിക്കുക, ആശുപത്രി കിടക്കകളുടെ ദൗർലഭ്യത്തെ നേരിടുക, ഈ ലക്ഷ്യങ്ങൾ കൃത്യമായി പദ്ധതി വഴി നടപ്പിലായിരുന്നു. സേവനത്തോടൊപ്പം നൽകിയിരുന്ന ലൈഫ് ലൈൻ ഉപകരണമായ പുഷ് ബട്ടൺ പെൻഡന്റ് അലർട്ട് യഥാർത്ഥത്തിൽ ജീവൻ രക്ഷാ ഉപകരണം തന്നെയായിരുന്നു. തികച്ചും സൗജന്യമായി മുതിർന്ന പൗരന്മാർ ഇത് കഴുത്തിൽ ധരിച്ചിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ 911 പോലുള്ള സഹായങ്ങളിലേക്ക് അപകടത്തിലാണെന്ന സന്ദേശമെത്തും. പെട്ടെന്നൊരു ദിവസം യാതൊരു അറിയിപ്പുമില്ലാതെ സേവനം പിൻവലിച്ചതാണ് ഉപയോക്താക്കൾക്ക് വേദനയായത്. അതിനാലാണ് മുതിർന്നവരും അവരെ പരിചരിക്കുന്നവരും വലിയ തോതിൽ പരാതി ഉയർത്തുന്നതും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഭരണ സംവിധാനത്തിന് ഉത്തരവാദിത്തമില്ലേ എന്നതാണ് പ്രധാന ചോദ്യം. ഒരു സമൂഹത്തിൽ നാം ഏറ്റവും കൂടുതൽ സഹാനുഭൂതി പുലർത്തേണ്ടത് മുതിർന്ന പൗരന്മാരോടാണ്. അവരെ പരിഗണിക്കുക പോലും ചെയ്യാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന നയം സർക്കാരിന് അഭിമാനമാണോ എന്ന വിമർശനവും ഉയരുന്നുണ്ട്. MC ന്യൂസ് കാനഡ. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.